അതെ ആ സൈക്കിൾ ഓടിച്ചാൽ മതി, ഈ പണിക്ക് നിങ്ങൾക്ക് പറ്റില്ല. ഇതാണ്ടോ നമുക്കൊരാൾ ഡീമോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തളരുകയാണോ വേണ്ടത്? ഒരു കുട്ടിയോട് അധ്യാപകൻ പറഞ്ഞു, നീ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നീ എവിടെ എത്തൂല. ആ കുട്ടിക്ക് വാശി കയറി പഠിച്ച് സ്കൂളിലെ ടോപ്പറായി മാറി. ലൈഫിൽ പ്രയാസങ്ങളും പരാജയങ്ങളും തളർച്ചകളും വീഴ്ചകളൊക്കെ വരുന്നത് എന്തിനറിയോ? ആ കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നമുക്കൊരു നീഡ് വേണം. എല്ലാ സംഗതികൾക്കും ഒരു നീഡ് വേണം. നീഡ് ഉണ്ടായാലേ മൂഡ് ഉണ്ടാവുള്ളൂ, മൂഡ് ഉണ്ടായാലേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ, അങ്ങനെ സക്സസ്സിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പടച്ചോൻ എന്തിനാണ് നമുക്ക് ലൈഫിൽ ട്രാജഡികളും അതുപോലെ ട്രോമകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരുന്നതെന്ന് മനസ്സിലായില്ലേ? ആ പ്രയാസങ്ങൾ തരുമ്പോൾ നമുക്കൊരു നീഡ് ഉണ്ടാവുന്നു. സമൂഹത്തിലുള്ള ഒറ്റപ്പെടലുകൾ, സാമ്പത്തികമായ പരാധീനതകൾ, അതുപോലെ സൊസൈറ്റിയിൽ അതുപോലെ കുടുംബത്തിലൊക്കെ പണമില്ലാത്തതിൻ്റെ പേരിലുണ്ടായ ഇൻസൾട്ടുകൾ, അങ്ങനെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ചില ആളുകൾക്കാണ് ഉയരുന്നത്. കാരണം അവർക്കൊരു നീഡുണ്ടായി. അപ്പോൾ ലൈഫിൽ പരീക്ഷണം എന്ന് പറയുന്നത് അത് പരിശീലനമാണ്. നമുക്ക് വളരാനുള്ള ഒരു കോണിയാണ് പടച്ചോൻ പ്രയാസങ്ങളിലൂടെ തരുന്നത്. കംഫേർട്ട് സോൺ പൊട്ടിച്ച് നമ്മുടെ റിയൽ പൊട്ടൻഷ്യലിനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഒരു അവസരമാണ്, ഒരു കോണിയാണ് പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ. അത് തളരാനുള്ളതല്ല, വളരാനുള്ള കോണി.